ജൂനിയർ ആർട്ടിസ്റ്റിനെ പട്ടീനെ പോലെയാണ് അവർ കാണുന്നത്. അതായത് നമുക്ക് ലഞ്ച് ബ്രേക്കിലെ സമയത്ത് അവർ പ്രൊഡക്ഷൻകാർ ഫുഡെല്ലാം സെറ്റാക്കി വെക്കും. പക്ഷേ ഈ ബൗൺസേഴ്സുമാർ നമ്മളെ ഫുഡ് കഴിക്കാൻ വിടൂല, അതേപോലെ ടോയ്ലറ്റ് പോകാൻ വിടൂല. ഇവരെ സൗകര്യം അനുസരിച്ചിട്ട് ഇവർ നമ്മളെ ടോയ്ലറ്റിലും അതേ ഭക്ഷണം കഴിക്കാൻ വിടും. എൻ്റെ കഴുത്തിനകത്ത് അടിച്ച് പുറകിലെ വന്ന് കഴുത്തിനടിച്ചു, ചവിട്ടി നിലത്തിട്ടു. ആദ്യം എന്നെ വന്ന് പിടിച്ച് തള്ളി. അപ്പോൾ അത് ദേഷ്യത്തിന് ഞാൻ അങ്ങോട്ട് പിടിച്ച് തള്ളി. ആ തള്ളിയ സമയത്ത് തന്നെ ഇവർ കുറേ എണ്ണം വന്നിട്ട് തള്ളി. ഇവരെ പുറം സൈഡിൽ കഴുത്തിൻ്റെ ഇതിലെ കൂടി അടിച്ചു, പിന്നെ തലയിലെ കൂടെ ഇവിടെ സൈഡിലടിച്ചു. പിന്നെ പല സെറ്റുകൾ നമ്മൾ കുറേ സെറ്റ് പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലുള്ള ഒരു സെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. പൃഥ്വിരാജ് നായകനായ പൃഥ്വിരാജ് തന്നെ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഈ ചിത്രത്തിലെ ചില ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ ഷൂട്ടിംഗ് സെറ്റിൽ വലിയ കൊടിയ പീഡനമാണ് ഇവർക്ക് അനുഭവിക്കുന്നതാണ് ഇവരുടെ പരാതി. നമുക്ക് ഇവരുടെ വാക്കിൽ നിന്നൊക്കെ എന്താണ് ശരിക്കും നിങ്ങളുടെ ഈ ഒരു സെറ്റിൽ നടക്കുന്നുണ്ടാണ്? അക്രമാസക്തമാണ് നമ്മളെ സെറ്റിൽ നടക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റിനെ പട്ടീനെ പോലെയാണ് അവർ കാണുന്നത്. അതായത് നമുക്ക് ലഞ്ച് ബ്രേക്കിലെ സമയത്ത് അവർ പ്രൊഡക്ഷൻകാർ ഫുഡെല്ലാം സെറ്റാക്കി വെക്കും. പക്ഷേ ഈ ബൗൺസേഴ്സുമാർ നമ്മളെ ഫുഡ് കഴിക്കാൻ വിടൂല, അതേപോലെ ടോയ്ലറ്റ് പോകാൻ വിടൂല. ഇവരെ സൗകര്യം അനുസരിച്ചിട്ട് ഇവർ നമ്മളെ ടോയ്ലറ്റിലും അതേ ഭക്ഷണം കഴിക്കാൻ വിടും. അത് നമ്മൾ അത്രയും സമയം ക്യൂ നിന്ന് വെയിറ്റ് ചെയ്ത് അത് ആ പൊരുവേലത്ത് നിന്നിട്ട് വേണം നമ്മൾ ക്യൂ നിന്ന് ഫുഡ് കഴിക്കാൻ. ഇപ്പോൾ ഇന്നലെ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 12 ദിവസമായി ലൊക്കേഷനിൽ. അത് ക്രിസ്മസിന് പോലും നമ്മൾ ലീവ് എടുക്കാതെയാണ് ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ വന്നത്. നമുക്ക് വരെ പണിയുണ്ട്, അത് ഒഴിവാക്കിയിട്ട് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ വർക്കിന് വന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളമായി ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങി. അപ്പം നമ്മളിപ്പോൾ 12 ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഷൂട്ടിങ്ങിന് വരുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ അവിടെ വെച്ചൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതായത് ഒരു ചേട്ടന് ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. അതായത് ഒരു പുതിയൊരു ബൗൺസർ വന്നിട്ടുണ്ടായിന്, ഒരു 19 വയസ്സുള്ളൊരു ചെക്കനാണ്. അപ്പോൾ അവൻ ആ ചേട്ടനെ ഒരു കല്ല് കൊണ്ട് ആ ചേട്ടൻ്റെ പല്ലിനൊന്ന് അടിക്കുകയുണ്ടായി, ഒരു കാരണവുമില്ലാതെ. ആ ചേട്ടൻ്റെ ഭാഗത്ത് തികച്ചും ന്യായമാണ് ഉണ്ടായത്. ആ ബൗൺസർ എന്താക്കി പുള്ളിക്കാരനെ അടിച്ചു. അപ്പം ഇന്നലെ സെറ്റിൽ ഫുൾ ആകെ പ്രശ്നമായി. അപ്പോൾ അത് നമ്മൾ ചോദിക്കാൻ കുറച്ച് ആൾക്കാർ പോയി. സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം വന്നാൽ ന്യായമില്ല ഭാഗത്ത് നമ്മളെന്തായാലും നിൽക്കും. അത് ചോദിക്കാൻ പോയാൽ അവരതിക്ക് ആ ക്രൂവിലെ മെമ്പേഴ്സിനെ അത് പിടിച്ചില്ല. അപ്പോൾ അവർ പ്രത്യേകം ആ പ്രതികരിച്ച ആൾക്കാർക്കെതിരെ അവർ നിയമ നടപടിയെടുക്കാൻ തുടങ്ങി. അവർ പ്രത്യേകം നമ്മൾ കാണാതെ അറിയാതെ നമ്മളെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ സെൻഡ് ചെയ്യുക. അങ്ങനെ ഇന്നലെ കുറച്ച് ആൾക്കാരെ ഫോട്ടോ സെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ സംഭവം അറിഞ്ഞില്ല. രാത്രി വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എന്താക്കി ഇന്ന് രാവിലെ നമ്മൾ ലൊക്കേഷനിലേക്ക് വന്നു. ഷൂട്ടിന് വരാൻ നിന്ന സമയത്ത് നമ്മൾ ഡെയിലി കളമശ്ശേരി പ്രീമിയറിന് നമുക്ക് ട്രാവലർ ഉണ്ട്. സാധാരണ ട്രാവലറിലാണ് നമ്മളെ ലൊക്കേഷനിൽ എത്തിക്കൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എത്തി, ഫൈറ്റ് സീൻ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തി. അപ്പം ട്രാവലർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഇന്ന് ട്രാവലർ നമുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താക്കി അവിടെ വേറൊരു ചേട്ടനുണ്ടായി. ചേട്ടൻ പറഞ്ഞു ഇന്ന് നീക്ക് ഷൂട്ടില്ല, നീ ഇന്ന് ഷൂട്ടിന് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് നാട്ടുകാരും ഫ്രണ്ട്സെല്ലാം ഉണ്ട്. നമ്മളെന്താക്കി സംഭവം എന്താ അറിയാൻ വേണ്ടി ഒന്ന് ലൊക്കേഷനിലേക്ക് പോയി. ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് അവർ പറഞ്ഞു നീ ഇന്ന് ഷൂട്ടിന് വരണ്ട. ഞാൻ ചോദിച്ചു എന്താ കാരണം ചോദിച്ചാൽ നമ്മൾ കാരണമൊന്നും പറയുന്നില്ല. പക്ഷേ വേറെ ആൾ വഴി നമ്മൾ കാരണം അറിഞ്ഞു. ഇന്നലെ ആ പ്രശ്നത്തിൽ നമ്മൾ പ്രതികരിച്ചുകൊണ്ട് അവർക്ക് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു. ഇത് ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. ഇപ്പോൾ നമ്മുടെ സമൂഹവും അതായത് സർക്കാരെല്ലാം പറയുന്ന വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ പ്രതികരിക്കാണ്ട് നിൽക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഞാനങ്ങനെ പ്രതികരിച്ചതേ ഇല്ലു. ആ പ്രതികരിച്ചതിനെ ഇന്ന് അവർ പുറത്താക്കി. ആ സംഭവം അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ലിജിൻ എന്ന് പറഞ്ഞിട്ട്, കണ്ണൂരാന്ന് വീട്. മൂപ്പരെന്താക്കി ആ പ്രശ്നം അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ചോദിച്ചതേ ഇല്ലു. അത് ആ കൂട്ടത്തിൽ ഒരു ബൗൺസറിനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബൗൺസർ എന്താക്കി ഒന്ന് തള്ളി മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളെ തള്ളി മാറ്റുമ്പം തിരിച്ച് നമ്മൾ തള്ളി മാറ്റും. അങ്ങനെ ഒന്ന് തള്ളി മാറ്റിയതേ ഉള്ളൂ. അത് ആ ബൗൺസറിന് ഇഷ്ടമായില്ല. അപ്പോൾ ആ ബൗൺസർ പുള്ളിക്കാരനെ മർദ്ദിക്കുകയുണ്ടായി. തലയുടെ ബാക്ക് സൈഡാണ് മർദ്ദിച്ചത്. ആ മർദ്ദിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മൈൻഡൊന്ന് മാറി. ഒരു 2-3 വട്ടം ഛർദ്ദിക്കുക ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ്റെ ഗുരുനില കുറച്ച് വഷളായി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ കാണിക്കുകയുണ്ടായി. ബാക്കി എന്നാൽ പുള്ളിക്കാരനൊന്ന് പറയും. ലിജിൻ ഇന്നലെ ഈ ബൗൺസർമാരിൽ നിന്നും മർദ്ദനമേറ്റു. അതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോയി. ഈ കാര്യത്തിൽ നിങ്ങൾ പോലീസുമായി പരാതി നൽകുക അങ്ങനെ വല്ലതും ചെയ്തിരുന്നു? പോലീസായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ നമ്മൾ മിഥുനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇതിന് വരാൻ പാടില്ല. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് വർക്കിന് വന്നവരാണ്. അപ്പോൾ അവരോട് അവർ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമ്മളാരും കേട്ടുന്നില്ല, നമ്മളാരും ഇതിലേക്ക് അങ്ങോട്ട് കേട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് നമ്മളെ കേട്ടുന്നില്ല, റീസൺ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ റീസൺ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവര് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ നിങ്ങൾ ആരും ഇനി ഈ ലൊക്കേഷനിലേക്ക് വരാൻ പാടില്ല, ഇനി വരാൻ പാടില്ല, ഇങ്ങനെ വേണ്ട, നിങ്ങളതിനെ ഈ ആവശ്യമില്ല. നമ്മളെ ഫുൾ തെറി വിളിച്ചുകൊണ്ട് നമ്മളെ ഫുള്ള് എൻ്റെ കഴുത്തിനകത്ത് അടിച്ച്
പുറകിലെ വന്ന് കഴുത്തിനടിച്ചു, ചവിട്ടി നിലത്തിട്ടു. ആദ്യം എന്നെ ഒന്ന് പിടിച്ച് തള്ളി. അപ്പോൾ അത് ദേഷ്യത്തിന് ഞാൻ അങ്ങോട്ട് പിടിച്ച് തള്ളി. ആ തള്ളിയ സമയത്ത് തന്നെ ഇവർ കുറേ എണ്ണം വന്നിട്ട് തള്ളി. ഇവർ പുറം സൈഡിൽ കഴുത്തിൻ്റെ ഇതിലെ കൂടി അടിച്ചു, പിന്നെ തലയിലെ കൂടെ ഇവിടെ സൈഡിലടിച്ചു. പിന്നെ അത് അപ്പോൾ തന്നെ അവർ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു. കുറച്ച് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട കുറച്ച് ടീം വന്നിട്ട് ആക്രമിക്കുമായിരുന്നു. അപ്പോൾ അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് കൂട്ടത്തോടെ വന്നിട്ടുള്ള ആക്രമണമായിരുന്നു. അപ്പോൾ നേരെ എല്ലാം തച്ചിട്ടു. അവസാനം അവിടെ വന്ന കുറേ ആൾക്കാർ നമ്മളെ കൂടെ സപ്പോർട്ട് ആർട്ടിസ്റ്റ് കുറച്ച് പേരുണ്ടായിരുന്നു, നമ്മളൊന്നിച്ചിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനോട് പ്രതികരിച്ചു. നമ്മളെങ്ങനെ ആ ഭാഗത്തേക്ക് അവർ അങ്ങോട്ട് കയറുന്നില്ല. അവസാനം നമ്മൾ കൊണ്ട് നേരെ പോലീസായിട്ട് 2 പോലീസുകാർ വന്നിരുന്നു. സാറോട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സാറ് പറഞ്ഞു നമ്മൾ FIR ഇടണം, ആദ്യം ഹോസ്പിറ്റലിൽ പോകണം തോന്നുന്നു. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി നമ്മൾ ചെക്കപ്പും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ നമ്മളെ ആലുവ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അവന് കളമശ്ശേരി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എൻ്റെ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2 ഗുളികയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ പോലീസുകാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി പറഞ്ഞപ്പോൾ അവരെന്താണ്, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? പോലീസ് വെച്ചാൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ കൂടുതൽ സപ്പോർട്ട് അവർക്കേ ഉണ്ടാവും. കാരണം വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാലോ, കൈക്കൂലി കാര്യങ്ങൾ ആരെങ്കിലും പൈസയിൽ അവരുടെ ഭാഗത്തെ ഏത് ആൾക്കാരായാലും മാറുള്ളൂ. ഇപ്പോൾ ഇപ്പം നമ്മൾ നേരെ വേറെ പോലീസ് സ്റ്റേഷനായിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലെ സപ്പോർട്ട് ആർട്ടിസ്റ്റിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ നേതാക്കന്മാരെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് നമ്മളെ മാത്രം പ്രശ്നമല്ല. ഇങ്ങനെ പല സെറ്റുകൾ നമ്മൾ കുറേ സെറ്റ് പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലുള്ള ഒരു സെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതുപോലെ കുറേ സെറ്റിൽ പല പ്രശ്നങ്ങളും ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ സപ്പോർട്ട് ആർട്ടിസ്റ്റ് ഗ്രൂപ്പിൽ പറഞ്ഞ ആൾക്കാർ നമ്മളൊരു വിലയില്ലാത്ത പോലെ പട്ടികളെ വില പോലെ നമുക്ക് ഇവിടെ തരുന്നില്ല. അത്രയും നമ്മൾ എന്താണ് നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു സെറ്റ് നമുക്ക് മടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ഭയങ്കര മടുപ്പാണ് നമുക്ക് വന്നത്. കുറേ സെറ്റ് നമ്മൾ ഒരു വർഷത്തിനടുത്തായി നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, പല സിനിമയിലും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഗുണ്ടായിസം, കഞ്ചാവും മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ അടിച്ച് അവരെ മൈൻഡ് ഫുള്ള് നമ്മൾ വെറും എന്താ പറയുക ഒരു വിലയില്ലാത്ത രീതിയിലാണ് കാണുന്നത്. നമ്മൾ ഇതിന് മുമ്പ് പല സെറ്റ് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവർ നല്ല സപ്പോർട്ട് സഹകരണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെക്കൊണ്ട് തന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, അവർ വെറും നമ്മളൊരു മറ്റും താഴ്ത്തട്ടിൽ കാണുന്ന ഒരു രീതിയിലാണ് അവർ നമ്മളോട് പ്രതികരിക്കുന്നത്. ഈ ബൗൺസർമാരുടെ ഈ പീഡനം അല്ലെങ്കിൽ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഈ പ്രൊഡക്ഷൻ ടീമുമായിട്ട് അല്ലെങ്കിൽ സിനിമയുടെ ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് എന്തെങ്കിലും നിങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു? അവരോട് നമ്മൾ ഇന്നലെ ഈ പ്രശ്നം ഉണ്ടായി, വേറെ പ്രശ്നം ഉണ്ടായല്ലോ. അപ്പോൾ അവരും സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ ഉണ്ടാവണം. ഈ ഷൂട്ട് കഴിയുന്ന 10-ാം തീയതി ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞത്. 10-ാം തീയതി വരെ എല്ലാവരും ഷൂട്ടിൽ ഉണ്ടാവണം. ഇന്നലെ വൈകുന്നേരം വരെ അവർ പറഞ്ഞിരുന്നു. രാത്രി ആകുമ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇതിനെക്കുറിച്ചൊരു വരുന്നു. കുറച്ച് ആൾക്കാരെ ഫോട്ടോയിൽ റൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഫോട്ടോസിൽ. ഇവരൊന്നും നാളെ മുതൽ വരണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ ഒരു ഇതാവുന്നത്. അപ്പോൾ അതിൽ നമ്മളെ മിഥുൻ്റെ ഫോട്ടോ അതിലുണ്ടായിരുന്നു. ബാക്കി ആരുണ്ട് നമ്മൾ മിഥുൻ്റെ നമ്മൾ നിൽച്ചിട്ടുണ്ടായിരുന്നു മിഥുൻ. അപ്പോൾ മിഥുൻ്റെ ഫോട്ടോ അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, നമ്മൾ കുറേ ആൾ പ്രതികരിച്ചത്, നമ്മൾ മാത്രമല്ല, ഏകദേശം അവിടെ ഒരു 10-100 അടുത്ത ആൾക്കാർ ഇതിന് പ്രതികരിച്ച ആൾക്കാരാണ്. അവരെയൊന്നും ഫോട്ടോയിൽ വന്നിട്ടില്ല. നമ്മളെ ഓരോരോ ആൾക്കാരെ ഫോട്ടോയും ഇട്ടിട്ട് നമ്മളെ കുറച്ച് ആൾക്കാരെ ഫോട്ടോ ഇട്ടിട്ട് അവരെ മാത്രം വേണ്ട, ഈ സിനിമയിൽ നിങ്ങൾ വേണ്ട, നിങ്ങൾ ആവശ്യമില്ല. കാരണം നമ്മൾ കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ കഴിഞ്ഞ 20-ാം തീയതിയാണ് ഇതിൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് 21 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിനകത്തേക്ക് നമ്മൾ 2-ാം തീയതി. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഈ ഷൂട്ടിൽ നല്ല രീതിയിൽ ഒരു പ്രശ്നത്തിനൊന്നും നമ്മൾ പോയിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മളെന്തെങ്കിലും പ്രശ്നമാക്കുന്നോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും അവർ പറയുന്നത് പോലെ അനുസരിച്ചിട്ടും. ഇപ്പോൾ അവർ നമുക്കൊരു ടോയ്ലറ്റ് പോകണമെങ്കിൽ തന്നെ അവർ പറയും കുറച്ച് നമുക്ക് മുട്ടുമ്പോൾ നമുക്ക് പോകാൻ പറ്റും, അപ്പോൾ പോകാൻ പറ്റും. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അവരുടെ ടൈമിൽ മാത്രമേ, അതായത് ഇപ്പോൾ ഒരു മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പല ആൾക്കാരുണ്ട്. ഈ 1 മണിക്ക് കഴിക്കേണ്ടത് 1:30 ചിലപ്പോൾ 2 മണിയാവും. ചിലപ്പോൾ അത് ഷൂട്ടിൻ്റെ ഭാഗമാവാം. പക്ഷേ ഇവർ ഡയറക്ടർ അവരൊന്നും പ്രശ്നക്കാരും അങ്ങനത്തെ ഒന്നും അല്ല. പക്ഷേ ഈ സിനിമ സാറായാലും അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഈ നിൽക്കുന്ന ബൗൺസർ അവരെ വിചാരം എന്താണ്, ഇവിടെ എന്തോ നമ്മളാണ് ഇത് മൊത്തം ഭരിക്കുന്നതിൽ ഒരു ധാരണയാണ്. പക്കാ ഗുണ്ടായിസം, അത്രയല്ലേ പറയാനുള്ളൂ. ഏതായാലും കളമശ്ശേരി FICTയിലാണ് ഈ പൃഥ്വിരാജിൻ്റെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഈ ഷൂട്ടിംഗ് സെറ്റിലാണ് ബൗൺസർമാരുടെ കൊടിയ പീഡനം അല്ലെങ്കിൽ മർദ്ദനം നടക്കുന്നതെന്ന പരാതി ഉയർന്നു വരുന്നത്. അഷ്റഫ് മുഹമ്മദിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.